ഹലോ എവരി വൺ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് എത്തിക്സ് എന്നൊരു ടോപ്പിക്കാണ്. അതിൻ്റെ മീനിങ്, അതുപോലെ അതിൻ്റെ ഡെഫിനേഷൻ, സ്കോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ബിസിനസ് എത്തിക്സ്? Business ethics as a branch of applied ethics, it is a study and determination of what is right and good in business settings. Business ethics seeks to understand the moral issues that arise from business practices, institutions, and decision making and their relationship to generalized human values. If a businessman is taking unethical action, he will lose credibility and business will suffer. The concept of business ethics has come to mean various things to various people. Generally, it is what it right or wrong in the workplace and doing what's right. This is in regard to effects of products or services and in relationship with the stakeholders. ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ് എത്തിക്സ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു ടേം തന്നെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇതൊരു അപ്ലൈഡ് എത്തിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഈ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത്, ഇവിടെ സ്റ്റഡി, അതുപോലെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ് ശരി, അതുപോലെ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് ഗുഡ്, എന്താണ് ശരി, അതുപോലെ എന്താണ് നല്ലത്. പക്ഷേ അത് സാധാരണ പോലെയല്ല, അത് ബിസിനസ് കാര്യങ്ങളിൽ എന്താണ് ശരി, അതുപോലെ എന്താണ് ഗുഡായിട്ടുള്ളത് അത് മനസ്സിലാക്കുന്ന, അത് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു എത്തിക്സ് അല്ലെങ്കിൽ അത് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അതുപോലെ ബിസിനസ് എത്തിക്സ് ഒരുപാട് ഇഷ്യൂസ്, മോറൽ ഇഷ്യൂസ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും, ഈ ബിസിനസ് പ്രാക്ടീസസിൽ, അതുപോലെ ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും ഡിസിഷൻ മേക്കിംഗ്, നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ, അതുപോലെ ജനറലൈസ്ഡ് ഹ്യൂമൻ വാല്യൂസ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ടേമാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തീരുമാനമാണ്. അപ്പോൾ നമ്മൾ ആ തീരുമാനം എടുക്കുമ്പോൾ അതിലും എന്ത് നോക്കണം, നമ്മൾ ബിസിനസ് എത്തിക്സ് എന്നൊരു കൺസെപ്റ്റ് നോക്കണം. അവിടെ മോറൽ വാല്യൂസ്, എന്തിനാണ് ഒരു മോറൽ വാല്യൂസ് കൊടുക്കുന്നത്, അതെങ്ങനെയാണ് ഹ്യൂമൻ വാല്യൂസിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കണം. അപ്പോൾ അതൊക്കെ പഠിക്കൽ, അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യലും കൂടിയാണ് ഈ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇഫ് എ ബിസിനസ് മാൻ ഈസ് ടേക്കിംഗ് അൺഎത്തിക്കൽ ആക്ഷൻ, അതായത് ഏതെങ്കിലും ഒരു ബിസിനസ് മാന് അൺഎത്തിക്കലായിട്ടുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് നഷ്ടപ്പെടും, അവരുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഗുഡ് വില്ല്, അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ ഒരു ബിസിനസ് മാനും ഗുഡ് വില്ലും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ അവരൊക്കെ ആ ബിസിനസ്സിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു സൊസൈറ്റിയിൽ ഒരു ബിസിനസ് ഫേം മറ്റുള്ളവരെ വഞ്ചിച്ചിട്ട് ഓരോ സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഫിനാൻസ് സ്ഥാപനമാണ്, അപ്പോൾ കുറേ ആൾക്കാരുടെ നിന്ന് ക്യാഷ് വാങ്ങി ആ ക്യാഷ് അവർ തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അതൊരു അൺഎത്തിക്കലായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ ബിസിനസ് എത്തിക്സുമായിട്ട് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ബിസിനസ് ബാക്കിയുള്ളവർക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അവരുടെ ബിസിനസ്സിൻ്റെ തന്നെയാണ് ഗുഡ് വില്ല് നഷ്ടപ്പെടും. പിന്നെ ഒരിക്കലും കസ്റ്റമേഴ്സിന് അവരോടുള്ള ആ ട്രസ്റ്റ് നിലനിൽക്കില്ല. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത്, ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓരോ പീപ്പിൾസിനെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ബിസിനസ് എത്തിക്സ്. അതായത് ബിസിനസ്സിൽ എങ്ങനെയാണ് എത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യേണ്ടത്, ബിസിനസ്സിൽ എന്താണ് റൈറ്റ്, എന്താണ് റോങ്, ആ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഡൂയിങ് ദി റൈറ്റ് തിങ്, നമ്മൾ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ബൈ കാറ്റോ മെനാമറ defines business ethics is generally coming to know what is right or wrong in the workplace and doing what is right. This is in regard to effects of products or services and in relationship with the stakeholders. അതായത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ടേം തന്നെ ഈ ഒരു ഡെഫിനിഷനിൽ ബിസിനസ് എത്തിക്സ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇത് എന്താണ് മനസ്സിലാക്കുകയാണ്, എന്താണ് ശരി, അതുപോലെ എന്താണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അത് എവിടെ ആയിരിക്കും? വർക്ക് പ്ലേസിലായിരിക്കും. ബിസിനസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എന്താണ്, നമ്മൾ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വർക്ക് പ്ലേസാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബിസിനസ് സ്ഥാപനത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ശരിയായ കാര്യങ്ങൾ ചെയ്യാം. ഇത് എവിടേക്ക് അഫക്റ്റ് ചെയ്യും? പ്രൊഡക്ട്സിൽ അഫക്റ്റ് ചെയ്യും, അതുപോലെ സർവീസിന് അഫക്റ്റ് ചെയ്യും, സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള നമ്മുടെ സപ്ലയർ കസ്റ്റമേഴ്സിനൊക്കെ ഇത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ എത്തിക്കലായിട്ട് പ്രവർത്തിക്കുമ്പോൾ ബിസിനസ് എത്തിക്സ്, ബിസിനസ്സിൻ്റെ ഗുഡ് വില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ഇൻ ദി വേർഡ് ഓഫ് TM Garrett, business ethics is primarily concerned with the relationship of business goals and techniques to specify human ends. ഈ ഒരു ഡെഫിനേഷനിൽ പറയുന്നത് ബിസിനസ് എത്തിക്സ് പ്രൈമലി കൺസേൺഡ് വിത്ത് റിലേഷൻഷിപ്പ് ഓഫ് ബിസിനസ് ഗോൾസ്. ഇതെങ്ങനെയാണ് ബിസിനസ് ഗോൾസ് അതുപോലെ ബിസിനസ്സിൻ്റെ ടെക്നിക്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്യുക, അതിൻ്റെ റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. പക്ഷെ അത് എവിടെയായിരിക്കും അവസാനിക്കുക? ഹ്യൂമൻസിലായിരിക്കും അവസാനിക്കുക. ഹ്യൂമൻസ് ചെയ്യുന്ന ഓരോ ആക്ഷൻസും ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ് റൈറ്റ്, അതുപോലെ ബിസിനസ് ഗോൾസിനെ അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ടെക്നിക്സിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു അത് മനസ്സിലാക്കലാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ആൻഡ്രൂ ക്രെയിൻ, ബിസിനസ് എത്തിക്സ് ഇസ് ദി സ്റ്റഡി ഓഫ് ബിസിനസ് സിറ്റുവേഷൻ, ആക്ടിവിറ്റീസ് ആൻഡ് ഡിസിഷൻസ് വേർ ഇഷ്യൂസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് ആർ അഡ്രസ്ഡ്. ആൻഡ്രൂ ക്രെയിൻ പറയുന്നത് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ബിസിനസ് സിറ്റുവേഷൻസിനെ പഠിക്കുക, അതുപോലെ ആക്ടിവിറ്റീസിനെ ഡിസിഷൻസിനെയൊക്കെ പഠിക്കുക. വേർ ഇഷ്യൂസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് ആർ അഡ്രസ്ഡ്, അതിൽ ശരി ഏത് തെറ്റ് ഏത് എന്നുള്ളത് കണ്ടെത്തലാണെന്ത് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഈ ബിസിനസ് എത്തിക്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ബിസിനസ് എത്തിക്കലായിട്ട് നമ്മൾ ബിസിനസ്സിൻ്റെ ഓരോ ആക്ടിവിറ്റീസും ചെയ്യുക, അൺഎത്തിക്കലായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിൻ്റെ മെയിനായിട്ട് വരുന്ന 2 ഒബ്ജക്റ്റീവ്സാണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഇവാലുവേറ്റ്സ് ഹ്യൂമൻ പ്രാക്ടീസസ് ബൈ കാളിംഗ് അപ്പോൺ മോറൽ സ്റ്റാൻഡേർഡ്സ്. ഇതെന്ത് ചെയ്യാണ്? ഇവാലുവേറ്റ് ചെയ്യാണ്, ഹ്യൂമൻ പ്രാക്ടീസസ് ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാളിംഗ് അപ്പോൾ മോറൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഓരോ ബിസിനസ് ആക്ടിവിറ്റീസിന് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ ഹ്യൂമൻ പ്രാക്ടീസസ് എത്രത്തോളം ഉണ്ട് നമ്മളത് ഇവാലുവേറ്റ് ചെയ്യലാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബിസിനസ് എത്തിക്സിൽ. നെക്സ്റ്റ് പറയുന്നതാണ് ഇറ്റ് മേ ഗീവ് പ്രിസ്ക്രിപ്ഷൻ അഡ്വൈസ് ഓൺ ഹൗ ടു ആക്ട് മോറലി ഇൻ എ സ്പെസിഫിക് കൈൻഡ് ഓഫ് എ സിറ്റുവേഷൻ. ഈ ഒരു ഒബ്ജക്റ്റീവിൽ പറയുന്നത് ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്, എങ്ങനെയാണ് നമുക്ക് മോറലായിട്ട് ഒരു ബിസിനസ്സിനകത്ത് നമുക്ക് എങ്ങനെ പെരുമാറാൻ പറ്റും, അതിനുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യലും കൂടിയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. നെക്സ്റ്റ് പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഡിസിപ്ലിൻ. എ ബിസിനസ് എത്തിക്സ് is the principles which govern and guide business people to perform business function. ഈ ഒരു ബിസിനസ് എത്തിക്സിൻ്റെ മെയിനായിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിൽ ഒന്നാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇത് പ്രിൻസിപ്പിൾസാണ്, അതുപോലെ ഇത് ഗവേൺ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാണ് ബിസിനസ്സിലെ ഓരോ പേഴ്സൺസിനെയും എങ്ങനെയാണ് ബിസിനസ് ഫങ്ഷൻസ് പെർഫോം ചെയ്യാനുള്ള ഒരു ഗൈഡ് കൊണ്ടുവരലാണ് ഈ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ടായിരിക്കും? ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. ബിസിനസ് എത്തിക്സ് ഉള്ള സ്ഥാപനങ്ങളിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. രണ്ടാമതെന്ന് പറയും ഇറ്റ് ഈസ് ആർട്ട്, സയൻസ് ആൻഡ് ബോത്ത്. നമുക്ക് ബിസിനസ് എത്തിക്സ് ഒരു ആർട്ടാണെന്ന് പറയാം, അതുപോലെ സയൻസ് ആണെന്ന് പറയാം, അതുപോലെ ഇത് രണ്ടുമാണെന്നും പറയാം. ബിസിനസ് എത്തിക്സ് എന്തുകൊണ്ടാണ് ആർട്സ് എന്ന് പറയുന്നത്, അതുപോലെ എന്തുകൊണ്ടാണ് സയൻസ് എന്ന് പറയുന്നത് നോക്കാം. ബിസിനസ് എത്തിക്സ് depicts the principles of business behavior, ethical standards and moral values, decisions etc. It is a science because the principles are determined on the basis of observations and the experimentation. ഈ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് സയൻസ് ആണെന്ന് പറയാനുള്ള കാരണം ഇവിടെ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ മാനേജ്മെൻറ്റിൽ എന്തുകൊണ്ടാണ് സയൻസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ്, പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് എത്തിക്സിലും പ്രിൻസിപ്പിൾസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒബ്സർവേഷൻ, ഇപ്പോൾ എക്സ്പെരിമെൻറ്റേഷൻ എന്നുള്ള പ്രിൻസിപ്പിൾസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ബിസിനസ് എത്തിക്സ് ഒരു ഓർഗനൈസേഷനിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. അവിടുത്തെ ആക്ടിവിറ്റീസിനനുസരിച്ചിട്ടാണ് അവിടെ ഓരോ പ്രവൃത്തികളും ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷനിൽ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് സയൻസാണ്. ആർട്ടാണെന്ന് പറയുന്നത് ഇറ്റ് എംഫസൈസസ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ്. ഇതൊരു കലയാണെന്ന് പറയാനുള്ള കാരണം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും, അതിനെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിഞ്ഞതിന് ശേഷം അത് അവിടെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇതിനൊരു ആർട്ടാണെന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഇറ്റ് ഈസ് ഡൈനാമിക്. ഇറ്റ് കണ്ടിന്യൂസ്ലി ടെസ്റ്റ് ദി റൂൾസ് ആൻഡ് മോറൽ സ്റ്റാൻഡേർഡ്സ്.
ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഡൈനാമിക്കാണ്. കാരണം അതിൽ എന്ത് വരണമെങ്കിലും ചേഞ്ച് നമുക്ക് ചെയ്തും കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ മോറൽ സ്റ്റാൻഡേർഡ്സ് അതുപോലെ റൂൾസും കാര്യങ്ങളൊക്കെ എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ബിസിനസ് എത്തിക്സ് ഒരു ഡൈനാമിക് ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ് ആൻ ആൻഷ്യൻ കൺസെപ്റ്റ്. ഈ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ആൻഷ്യൻ കൺസെപ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇത് കൺസേൺ ചെയ്ത് നിൽക്കുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ സിവിലൈസേഷനാണ്. ഹ്യൂമൻ സിവിലൈസേഷനാണ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, അവരുടെ ഡെവലപ്മെൻറ്റ് ആ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇതൊരു ആൻഷ്യൻ കൺസെപ്റ്റ് ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ് തിയോളജിക്കൽ ബേസ്. The base of business ethics is theology. The business ethics becomes possible due to the theological principles such as sincerity, human welfare, service, good behavior, etc. ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് തിയോളജിക്കൽ ആണെന്ന് പറയുന്നത്? ഈ തിയോളജിക്കൽ ബേസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, തിയോളജി പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇവിടെ സിൻസിയാരിറ്റി, ഒരു ബിസിനസ് എത്തിക്സ് നല്ല രീതിയിൽ ബിസിനസ്സിൽ എത്തിക്സ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ സിൻസിയാരിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ ഹ്യൂമൻ വെൽഫെയർ, അവരെപ്പോഴും ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ സർവീസ്, ഗുഡ് ബിഹേവിയർ, ആ കാര്യങ്ങളൊക്കെ നോക്കണം. അതുകൊണ്ടാണ് തിയോളജിക്കൽ ബേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റഡി ഓഫ് ഗോൾസ് ആൻഡ് മീൻസ്. ബിസിനസ് എത്തിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് ഗോൾസ് ആൻഡ് മീൻസ് ഫോർ ദി റാഷണൽ സെലക്ഷൻ ഓഫ് സാക്രഡ് ഒബ്ജക്ട്സ് ആൻഡ് ദെയർ ഫുൾഫിൽമെൻറ്റ്. ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഗോളും മീൻസും തമ്മിലുള്ള അതിനെ പഠിക്കലാണ്. അതിൻ്റെ ലക്ഷ്യങ്ങൾ അതുപോലെ ഇതിൻ്റെ ഉള്ളടക്കം ആ കാര്യങ്ങളൊക്കെ പഠിക്കലാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ഗോൾസ് ആൻഡ് മീൻസ് ഫോർ ദി റാഷണൽ സെലക്ഷൻ ഓഫ് സാക്രഡ് ഒബ്ജക്റ്റ് ആൻഡ് ദെയർ ഫുൾഫിൽമെൻറ്റ്. നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണ് ഒബ്ജക്റ്റും അതുപോലെ അത് ഒബ്ജക്റ്റുകൾ നേടിയെടുക്കാൻ അത് ഫുൾഫിൽ എങ്ങനെ ചെയ്യാൻ പറ്റും അത് സ്റ്റഡി ചെയ്യലാണ്. അപ്പോൾ ഇവിടെ ഗോൾസും അതുപോലെ ആ ഗോൾസിൻ്റെ ആവശ്യകത എന്താണെന്നൊക്കെ പഠിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിനെ ബിസിനസ് എത്തിക്സ് സ്റ്റഡി ഓഫ് ഗോൾസ് ആൻഡ് മീൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബേസ്ഡ് ഓൺ സോഷ്യൽ റിയാലിറ്റി ആൻഡ് കസ്റ്റംസ്. ബേസ്ഡ് ഓൺ സോഷ്യൽ റിയാലിറ്റി ആൻഡ് കസ്റ്റംസ്. എത്തിക്സ് നമ്മൾ ബേസ് ചെയ്യുന്നത് സോഷ്യൽ റിയാലിറ്റി അതുപോലെ കസ്റ്റംസിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ബിസിനസ് എത്തിക്സും. ഇവിടെ എന്ത് നോക്കുന്നുണ്ട്, നമ്മൾ റിയാലിറ്റി, സൊസൈറ്റിയിൽ എന്താണ് അവരുടെ റിയാലിറ്റി അതുപോലെ അവരുടെ കസ്റ്റംസ് എന്തൊക്കെയാണെന്ന് ബേസ് ചെയ്തും കൊണ്ടാണ് ഈ ഒരു ബിസിനസ് എത്തിക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബിസിനസ് എത്തിക്സ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ ഇമോഷൻ ബട്ട് ഈസ് ബേസ്ഡ് ഓൺ റിയാലിറ്റി. ഇത് ഇമോഷൻ ബേസ് ചെയ്തിട്ടല്ല, കാരണം ഇത് ശരിയായിട്ട് നടക്കുന്നത് എന്താണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ശരിയായിട്ട് നടക്കുന്നത് എന്താണ്, അതിന് ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ സോഷ്യൽ കസ്റ്റംസ്, നമ്മളെ ബിസിനസ് എൻവയോൺമെൻറ്റ്, സൊസൈറ്റിയുടെ കസ്റ്റംസ് ആ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അതിന് ബേസ് ചെയ്തിട്ടാണ് ബിസിനസ് എത്തിക്സ്. നെക്സ്റ്റ് പറയുന്നതാണ് റിലേറ്റഡ് ടു ഹ്യൂമൻ ആസ്പെക്ട്സ്. ഇത് ഹ്യൂമൻ ആസ്പെക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. ബിസിനസ് എത്തിക്സ് സ്റ്റഡീസ് ദി ആക്ടിവിറ്റീസ്, ഡിസിഷൻസ് ആൻഡ് ബിഹേവിയർ വിച്ച് ആർ റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ്. ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ബിസിനസ്സിലെ ആക്ടിവിറ്റീസ് അതുപോലെ അവരുടെ ഡിസിഷൻസ്, ബിസിനസ്സിൻ്റെ ബിഹേവിയർ അതൊക്കെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഹ്യൂമൻ ബീയിങ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഹ്യൂമൻ ബീയിങ്സാണ് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ആസ്പെക്റ്റുമായിട്ട് ആണ്. നെക്സ്റ്റ് വരാണ് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ. യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ, ഇറ്റ് ഹാസ് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ ബിക്കോസ് ബിസിനസ് എക്സിസ്റ്റ് ഓൾ ഓവർ ദി വേൾഡ്. അതായത് ഇത് ആഗോളപരമായിട്ട് നടക്കുന്നതാണ് ബിസിനസ് എത്തിക്സ്. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമല്ല ബിസിനസ് എത്തിക്സ് ഫോക്കസ് ചെയ്യുന്നത്, ഇത് യൂണിവേഴ്സലായിട്ട് ബിസിനസ് എത്തിക്സ് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെവലപ്സ് പേഴ്സണൽ ഡിഗ്നിറ്റി. ഇത് പേഴ്സണൽ ഡിഗ്നിറ്റി ഡെവലപ്പ് ചെയ്യും. കാരണം നമുക്ക് ശരിയേതാണ് തെറ്റേതാണെന്ന് മനസ്സിലാക്കി ശരിയായിട്ടുള്ള സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡിഗ്നിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഓരോ കാര്യങ്ങളിലും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഡിഫർ വിത്ത് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്സ്. Ethical decisions differ with the individual perspectives of different persons. ഡിഫറെൻറ്റ് പേഴ്സൺസിൻ്റെ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്സ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ്സ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ഡിഫർ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ ഈസ് കീപ് ഹാർമണി. ബിസിനസ് എത്തിക്സ് കൊണ്ട് തന്നെ ഡിഫറെൻറ്റ് റോൾസ് ഓരോ ബിസിനസ് മാനും പ്ലേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹാർമണി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓണർ, ഇൻവെസ്റ്ററും കൺസ്യൂമറൊക്കെ ആയിട്ടൊരു ഹാർമണി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എത്തിക്സ്.